ഇന്ന് നമ്മൾ ചെടികൾക്ക് ഉപകാരമുള്ളൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വിചാരിക്കും ഇത് ഉപ്പോ പഞ്ചസാരയോ എന്തെങ്കിലുമാണെന്ന് വിചാരിക്കും. ഞാൻ അടുത്ത് കാണിക്കാം, കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇതിന് പഞ്ചസാര തരികളേക്കാളൊരു കുറച്ചും കൂടി നീളമുള്ള ടൈപ്പ് ഒരു കുഞ്ഞു കുഞ്ഞു തരികളാണ്. പഞ്ചസാരയാണെന്ന് ഒറ്റ നോട്ടത്തിൽ വിചാരിക്കും. ഞാൻ ചെന്നൈയിൽ പോയപ്പോൾ മകനിത് പഞ്ചസാരയാണെന്ന് വിചാരിച്ചിട്ട് ചായയിലിട്ട് കുറച്ച് കുടിച്ചു എന്നോർത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. മഗ്നീഷ്യം സൾഫേറ്റ് ആണ്, ഇത് എപ്സം സോൾട്ട് എന്നാണ് അതിനെ പറയുന്നത്. മാഗ്നീഷ്യം സൾഫേറ്റ് ആണ്. അതായത് നമുക്ക് പേശി ബലത്തിന് വേണ്ടിയിട്ടും കൈകാലുകളുടെ മരവിപ്പ് തരിപ്പ് എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് വെച്ചിട്ട് അതിലേക്ക് 20 മിനിറ്റിനുള്ളിൽ നമ്മൾ കാലത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരാശ്വാസം കിട്ടും എന്നാണ് പറയുന്നത്. ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ഇത് ഓറലായിട്ട് കഴിക്കാമെന്നും പറയുന്നുണ്ട്, മലബന്ധം ഇല്ലാണ്ടാക്കാനൊക്കെ. അതൊക്കെ ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൂടെ അത് കഴിക്കുന്നത് അത്ര ആശ്വാസമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും ഞാൻ പരീക്ഷിച്ചിട്ടില്ല. ഇത് ആകെ ഞാൻ ചെടിക്കിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാനായിട്ട്. നല്ല രസമാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ട്. ഞാനിത് ഇങ്ങനെ ഇടാൻ നേരത്തെ എടുക്കും, ഇങ്ങനെ ഇതിലിങ്ങനെ വാരി 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 ഇങ്ങനെ ഇടും. അപ്പോൾ ഇത് കുറേശ്ശെ ഇടാൻ പാടുള്ളൂ. എന്തും അധികമായാലും അമൃതം വിഷം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മളിത് കുറേശ്ശെ, അതായത് ഇത്രയൊക്കെ മതിയാവും ഒരു ചെടിക്ക്. അതിൻ്റെ അളവൊന്നും പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. ഓരോ ചെടിയുടെ വലിപ്പത്തിനനുസരിച്ചും അതിൻ്റെ ചുവട്ടിലുള്ള മണ്ണിൻ്റെ അളവിനനുസരിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കാറ്. ഈ മഗ്നീഷ്യം സൾഫേറ്റ് കൂടുതലും ഈ എപ്സം സോൾട്ട് ഉപകരിക്കുന്ന റോസാ ചെടികൾക്കും തക്കാളി ചെടികൾക്കുമാണ് കൂടുതൽ ഉപകരിക്കുന്നത്. മറ്റുള്ള ചെടികൾക്കൊക്കെ ഉണ്ട് മഞ്ഞളിപ്പ് രോഗം മാറാനും പിന്നെ നമ്മുടെ റോസാ ചെടിയുടെ കുരുടിപ്പ് മാറാനും ഒക്കെ ആയിട്ട് ഈ എപ്സം സോൾട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ ചെടികളൊക്കെ വളരെ സൂക്ഷിച്ച് ആകെ ഒരു ശോചനീയ അവസ്ഥയിലായിരുന്നു. ഞാനപ്പോൾ അതിന് ഈ എപ്സം സോൾട്ട് എടുത്തത്. അപ്പം ഞാൻ എപ്സം സോൾട്ട് എടുത്തപ്പോഴാണ് മകൻ പറയുന്നത്, ഇതിപ്പോൾ അമ്മ ഞാൻ ഒരു സ്പൂണ് ചായയിലിട്ട് കുറച്ച് സിപ്പ് ചെയ്ത് കുടിച്ചു എന്ന് പറഞ്ഞു. അവൻ അത് കുടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല, ചത്തൊന്നും പോകില്ല എന്തായാലും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് ചെടികളുടെ ചോട്ടിൽ, അതായത് നല്ല നനവുള്ള സമയത്ത് വേണം ഇത് കുറേശ്ശെ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അതായത് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറേശ്ശെ തരികൾ ചൂട്ടിൽ, അതായത് ചൂട്ടിലോട്ട് ചേർക്കാണ്ട് ഇത്തിരി നീക്കി കുറേശ്ശെ ഇട്ട് കൊടുക്കണം. കുറച്ചിട്ടാൽ മതി കേട്ടോ. ഞാൻ ഈ എപ്സം സോൾട്ട് ഇടാൻ പറഞ്ഞെന്ന് പറഞ്ഞ് മഞ്ഞളിപ്പ് രോഗവും കുരുടിപ്പ് രോഗമൊക്കെ മാറാനായിട്ട് ഇത് അങ്ങനെ തന്നെ വാരി അങ്ങോട്ട് ഇത്തിരി, അങ്ങനെ ഒരു ടെൻഡൻസി മനുഷ്യരിലുണ്ടല്ലോ. പെട്ടെന്ന് നമുക്ക് ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി അധികം അങ്ങോട്ട് ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ട് അത് വേണ്ട. അത് ആ ചെടി അങ്ങനെ തന്നെ കരിഞ്ഞു പോകാനായിട്ട് ഇടയാക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കിള്ള് ആദ്യം കുറേശ്ശെ, ഇടാത്ത ചെടികളാണെങ്കിൽ ഫസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നനവെള്ളം മണ്ണിലിടുമ്പോൾ ആ ഈർപ്പത്തിൽ തന്നെ ഇതിങ്ങനെ അലിഞ്ഞു പോകണമെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് അങ്ങനെ അലിഞ്ഞ് ആ ചെടി വലിച്ചെടുത്ത് അതായത് രാവിലെ വളം ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ രാവിലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് അവരുടെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ സമയത്ത് അത് അവരുപയോഗിച്ച് ഇലകളിലോട്ടൊക്കെ വലിച്ചെടുത്ത് അത് നല്ല ഭംഗിയിൽ തന്നെ ഇലകളും പൂക്കളും ഒക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. കഴിച്ചാലും മലബന്ധം ഉണ്ടാക്കില്ല എന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് ഞാൻ കഴിക്കില്ല. ഓറലിനോട് അത്ര വലിയ താല്പര്യമില്ല ഇങ്ങനത്തെ സാധനങ്ങൾ. മേല് കഴുകാനായിട്ടുള്ള വെള്ളത്തിൽ ഉപ്പിന് പകരമായിട്ട് ഈ ഉപ്പിട്ട്, അതായത് എപ്സം സോൾട്ട് ഇട്ട് കഴുകിയാൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതാണ് റോസാ ചെടികളൊക്കെ നന്നായിട്ട് നിൽക്കും. അതേപോലെ തന്നെ എന്ത് ചെടികളുടെ ലീവ്സൊക്കെ നല്ല ഗ്ലോ ആയിരിക്കും ഇതിട്ടിട്ടുണ്ടെങ്കിൽ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാനിട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയിലൊക്കെ അതിൻ്റെ ലീവ്സൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നല്ല തിളങ്ങി നിൽക്കുവാണ്. അപ്പോൾ അത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതൊന്നും വാങ്ങി പരീക്ഷിച്ച് നോക്കുക. ഇതൊരു അധികം പൈസയൊന്നുമില്ല, നിസ്സാര പൈസയുള്ളൂ. ഇത് വളങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ, ചെടികൾ വിൽക്കുന്ന കടയിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കുക. പിള്ളേരുള്ള സ്ഥലത്ത്, കുട്ടികൾ എടുക്കാത്ത സ്ഥലത്ത് സൂക്ഷിച്ച് വയ്ക്കുക. ടിന്നിലിട്ട് ഒന്നില്ലെങ്കിൽ എഴുതി വെക്കുക, ഒട്ടിച്ച്. അറിയാണ്ട് നമ്മൾ തന്നെയൊക്കെ എടുത്ത് ചായയിൽ കലക്കി കുടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് വെക്കുക. പഞ്ചസാരയോട് വളരെയധികം സാമ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതകത്ത് കഴിച്ചാൽ എന്താവും എന്നൊന്നും നമുക്കറിയില്ലാത്തതുകൊണ്ടും കുട്ടികൾ എടുക്കാൻ ഇടമില്ലാത്ത സ്ഥലത്തും നമ്മൾ പെട്ടെന്ന് എടുക്കാത്ത സ്ഥലത്തൊക്കെ ആയിട്ട് സൂക്ഷിച്ച് വെക്കുക വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ, സീ യു.